നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കാലവർഷം എത്താൻ വൈകുന്നു. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ച തീയതി കഴിഞ്ഞിട്ടും മഴ ലഭിക്കാത്തത് കേരളത്തിൽ ആശങ്കയുയർത്തുന്നു. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിനുള്ള അപേക്ഷാ സമർപ്പണം ആരംഭിച്ച് 2 ദിവസത്തിനകം SSLC വിജയിച്ചവരിൽ 75% പേരും അപേക്ഷ സമർപ്പിച്ചതായി ഹയർ സെക്കൻഡറി അധികൃതർ. പോത്തുകല്ലിൽ വയോധികനെ ജലനിധി ടാങ്കിന് മുകളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പോത്തുകൽ കയ്യേറ്റുകുന്ന് സ്വദേശിയായ മാഞ്ചേരി മോഹനനാണ് മരിച്ചത്. 63 വയസ്സായിരുന്നു. സ്വകാര്യ ബസ് സ്കൂട്ടറിലിടിച്ച അപകടം. സ്കൂട്ടർ യാത്രികൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. നിലമ്പൂർ മിനർവ പടിയിലാണ് അപകടമുണ്ടായത്. നിലമ്പൂർ CH സെന്ററിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ ജില്ലാശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും പെരുന്നാൾ ഭക്ഷണ വിതരണം നടത്തി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് കാലവർഷം എത്താൻ വൈകുന്നു. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ച തീയതി കഴിഞ്ഞിട്ടും മഴ ലഭിക്കാത്തത് കേരളത്തിൽ ആശങ്കയുയർത്തുന്നു. സാധാരണയായി ജൂൺ മാസത്തിന്റെ തുടക്കത്തിലോ അതിനു തൊട്ടു മുൻപോ എത്താറുള്ള കാലവർഷം ഇത്തവണ കാര്യമായ ലക്ഷണങ്ങളൊന്നും കാണിക്കാത്തത് കാർഷിക മേഖലയ്ക്കും പൊതുജനങ്ങൾക്കും തിരിച്ചടിയാവുകയാണ്. കാലവർഷത്തിന്റെ വരവിനെ കുറിച്ച് IMD നൽകിയ പ്രവചനങ്ങൾ നിലവിൽ കേരളത്തിൽ ഫലപ്രദമായിട്ടില്ല. ബംഗാൾ ഉൾക്കടലിലെയും അറബിക്കടലിലെയും അന്തരീക്ഷ സ്ഥിതികൾ മഴയെ അനുകൂലിക്കുന്നതാണെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും അത് കേരള തീരത്തേക്ക് എത്തുവാൻ വൈകുകയാണ്. മഴയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം തുടരുന്നതോടെ താപനിലയിൽ വൻ വർധനവാണ് സംസ്ഥാനത്തുടനീളം അനുഭവപ്പെടുന്നത്. കേരളത്തിന്റെ കാർഷിക കലണ്ടറിനെ സംബന്ധിച്ചിടത്തോളം കാലവർഷത്തിന്റെ കൃത്യമായ വരവ് നിർണായകമാണ്. നെൽകൃഷി ഉൾപ്പെടെയുള്ള വിത്തിറക്കൽ സമയങ്ങൾ മഴയെ ആശ്രയിച്ചാണ് നടക്കുന്നത്. മഴ വൈകുന്നത് കാർഷിക ഉൽപാദനത്തെ ബാധിക്കുമോ എന്ന ആശങ്ക കർഷകർ പങ്കുവയ്ക്കുന്നു. കൂടാതെ സംസ്ഥാനത്തെ ഡാമുകളിലെ ജലനിരപ്പും നിലവിൽ താഴ്ന്ന നിലയിലാണ് ഉള്ളത്. കാലാവസ്ഥാ വ്യതിയാനം കാരണം കാലവർഷത്തിന്റെ ഗതിയിൽ മാറ്റങ്ങൾ വരുന്നത് പതിവാണെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. മഴയുടെ അളവിലും സമയത്തിലും വരുന്ന ഇത്തരം മാറ്റങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ രീതിയിൽ അനുഭവപ്പെടുവാനാണ് സാധ്യത. നിലവിലെ അവസ്ഥ തുടർന്നാൽ വരും ദിവസങ്ങളിൽ മഴയുടെ ലഭ്യതയിൽ കുറവുണ്ടാകുമെന്ന് വിലയിരുത്തപ്പെടുന്നു. ബംഗാൾ ഉൾക്കടലിലെ ചുഴലിക്കാറ്റ് പോലുള്ള പ്രതിഭാസങ്ങൾ കാലവർഷത്തിന്റെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തിയതാകാമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. മഴയുടെ വരവ് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ ലഭ്യമാകും എന്നാണ് IMD നൽകുന്ന സൂചന. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിനുള്ള അപേക്ഷാ സമർപ്പണം ആരംഭിച്ച് 2 ദിവസത്തിനകം SSLC വിജയിച്ചവരിൽ 75% പേരും അപേക്ഷ സമർപ്പിച്ചതായി ഹയർ സെക്കൻഡറി അധികൃതർ. കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരത്തോടെയാണ് പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചത്. വരും ദിവസങ്ങളിലും അപേക്ഷകൾ സ്വീകരിക്കുമെന്നും ജൂൺ 3 വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കുവാൻ സമയമുണ്ടെന്നും അധികൃതർ. കഴിഞ്ഞ വർഷങ്ങളിൽ അപേക്ഷാ സമർപ്പണത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള സാങ്കേതിക തടസ്സങ്ങളും സെർവർ ഡൗൺ ആകുന്ന പ്രശ്നങ്ങളും നേരിട്ടിരുന്നു. എന്നാൽ ഇത്തവണ അത്തരം സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഉണ്ടാകാത്തതിനാലാണ് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഇത്രയധികം അപേക്ഷകൾ വിജയകരമായി സമർപ്പിക്കുവാൻ സാധിച്ചതെന്ന് ഹയർ സെക്കൻഡറി വകുപ്പ് വിലയിരുത്തുന്നു. ഇത്തവണ സംസ്ഥാന സിലബസിൽ SSLC പരീക്ഷ വിജയിച്ചത് 4,10,456 പേരാണ്. ഇവരിൽ ഭൂരിഭാഗം പേരും ഇതിനകം പ്രവേശന നടപടികളിലേക്ക് കടന്നു കഴിഞ്ഞു. സംസ്ഥാന സിലബസിന് പുറമെ മറ്റ് സിലബസുകളിൽ നിന്നും വലിയ തോതിലുള്ള അപേക്ഷകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. CBSE സിലബസിൽ നിന്നും 10,837 പേരും ICSE സിലബസിൽ നിന്നും 1,156 പേരും ഇതിനോടകം അപേക്ഷിച്ചിട്ടുണ്ട്. ഇവർക്ക് പുറമെ മുൻ വർഷങ്ങളിൽ യോഗ്യത നേടിയവരും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഉപരിപഠനത്തിനായി കേരളത്തിലെത്തുന്നവരുമായ 3,044 വിദ്യാർത്ഥികളും +1 പ്രവേശനത്തിനായി ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. പോത്തുകല്ലിൽ വയോധികനെ ജലനിധി ടാങ്കിന് മുകളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പോത്തുകൽ കയ്യേറ്റകുന്ന് സ്വദേശിയായ
മാഞ്ചേരി മോഹനനാണ് മരിച്ചത്. 63 വയസ്സായിരുന്നു. ചാലിയാർ പുഴയുടെ കടവിലുള്ള ജലനിധി ടാങ്കിന് മുകളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കണ്ടെത്തിയ മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. ജലനിധി പമ്പ് ഹൌസിലെ ഓപ്പറേറ്ററായിരുന്നു മോഹനൻ. 2019 പ്രളയത്തിൽ പമ്പ് ഹൌസ് നശിക്കുകയും കുടിവെള്ള പദ്ധതി നിലയ്ക്കുകയും ചെയ്തെങ്കിലും മോഹനൻ ഇവിടെ തന്നെയായിരുന്നു കഴിഞ്ഞിരുന്നത്. ചാലിയാർ പുഴയിൽ കുളിക്കാനെത്തിയവരാണ് ടാങ്കിന് മുകളിൽ മൃതദേഹം ആദ്യമായി കണ്ടത്. ഉടനെ തന്നെ ഇവർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. സ്വകാര്യ ബസ് സ്കൂട്ടറിലിടിച്ച് അപകടം. സ്കൂട്ടർ യാത്രികൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. നിലമ്പൂർ മിനർവ പടിയിലാണ് അപകടമുണ്ടായത്. മുന്നിലെ ബസ്സിനെ മറികടക്കുവാൻ ശ്രമിക്കുന്നതിനിടെ സ്കൂട്ടറിലിടിക്കുകയായിരുന്നു. റോഡിന്റെ ഇടതുഭാഗത്തേക്ക് വീണതിനാൽ വലിയ അപകടം ഉണ്ടായില്ല. തുടർന്ന് മുൻപിലെ ബസ്സിന് പിന്നിലിടിച്ചാണ് ബസ് നിന്നത്. 2 കാറുകളും അപകടത്തിൽപ്പെട്ടിരുന്നു. നിലമ്പൂർ CH സെന്ററിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും പെരുന്നാൾ ഭക്ഷണ വിതരണം നടത്തി. നിലമ്പൂരിൽ ഞങ്ങളെ സമീപത്തിൽ 8 പഞ്ചായത്തിൽ വീട്ടിലും കൊണ്ടുപോയിട്ട് ഓരോ വീട്ടിലും വാർഡ് ലീഗിൻ്റെ അണ്ടറിൽ വാർഡിൽ കാർഡ് കൊണ്ടുപോയി കൊടുത്തിട്ട് അതിൽ നിന്ന് കളക്ഷൻ കിട്ടിയിട്ടാണ് ഇതിങ്ങനെ നടന്നു പോകുന്നത്. അതുകൊണ്ട് നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത്, നിങ്ങളൊരു പ്രാർത്ഥന മതി. മാക്സിമം പ്രാർത്ഥിക്കുക. ഇത് വീണ്ടും ഇത് ഞങ്ങൾ ഇങ്ങനെ ഇതിൽ ഒതുക്കാനല്ല, ഞങ്ങൾ വേറെയും കുറേ പരിപാടികൾ അവിടെ ഫിസിയോ സെൻറ്റർ, മെഡിക്കൽ ഷോപ്പ് ഇതെല്ലാം പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ ഇവിടെ ഉച്ചക്കും കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു. വരുന്ന നോമ്പിനാണെങ്കിൽ നോമ്പ് തുറ ഇതൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ ഒന്ന് വന്ന് വിസിറ്റ് ചെയ്താൽ നല്ലതാണ്. സ്റ്റേറ്റ് സെന്റർ ട്രഷറർ കൊമ്പൻ ഷംസു, കണ്ണാട്ടിൽ ബാപ്പു, നാലകത്ത് വീരാൻകുട്ടി, മുനിസിപ്പൽ കൌൺസിലർ ഷിഹാബ് എന്നി, TP റൂൺസ്കർ, വാജിദ് പള്ളിയാലി തുടങ്ങിയവർ സംസാരിച്ചു. ബാപ്പു ടാണ, ഉലുവാൻ സഖീം, ജിയാദ് P, TP ഷംസു, റസാഖ് പൊങ്ങലൂർ, TK കുഞ്ഞാലി, റസൽ, ബഷീർ മമ്പാട്, മൈസൂർ ബാബു, മുജീബ് മാറാടി തുടങ്ങിയവർ നേതൃത്വം നൽകി. 2026-27 അധ്യയന വർഷത്തെ അവധിക്കാല അധ്യാപക സംഗമം നിലമ്പൂർ BRCക്ക് കീഴിൽ നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു. LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി ആകെ 1632 അധ്യാപകർ പങ്കെടുത്തു. പുതിയൊരു അധ്യയന വർഷത്തെ വരവേൽക്കുന്നതിനായി പഠനതന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിനും കൂടുതൽ മികച്ച രീതിയിൽ പാഠപുസ്തകം വിനിമയം ചെയ്യുന്നതിനും അധ്യാപകരെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് അധ്യാപക സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്. സ്കൂൾ തുറന്ന ശേഷം സ്കൂൾ SRGയിൽ അധ്യാപകർ ആവശ്യമായ ചർച്ചകൾ നടത്തുകയും കൃത്യമായ സ്കൂളിന് വേണ്ട ഒരു അക്കാദമിക പ്ലാൻ ഉണ്ടാക്കുകയും ചെയ്യും. മൂത്തേടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് NMMS പരീക്ഷ വിജയിച്ച കുട്ടികളെ അവരുടെ വീടുകളിലെത്തി അനുമോദിച്ചു. നിലമ്പൂർ സബ് ജില്ലയിൽ NMMS പരീക്ഷാ റിസൾട്ടിൽ സ്കൂൾ 1ാം സ്ഥാനത്താണ്. സ്കൂളിൽ നിന്നും NMMS പരീക്ഷ എഴുതിയ 14 കുട്ടികളാണ് സ്കോളർഷിപ്പിന് അർഹത നേടിയത്. ഈ കുട്ടികളുടെ +2 വരെയുള്ള പഠനത്തിന് 48,000 രൂപയാണ് സ്കോളർഷിപ്പായി ലഭിക്കുക. സബ് ജില്ലയിലെ മറ്റൊരു സ്കൂളിൽ നിന്നും ലഭിക്കാത്ത നേട്ടം കൈവരിച്ച് നൽകിയ കുട്ടികളെ അധ്യാപകരും PTA ഭാരവാഹികളും വീടുകളിലെത്തിയാണ് അനുമോദിച്ചത്. പ്രധാനാധ്യാപിക ബീന മണിയ പള്ളിയാളി, SMC ചെയർമാൻ TN ആസാദ്, MPTA പ്രസിഡന്റ് റംല, അധ്യാപകരായ നിഷ, മനോജ്, നുസൈബ, റോഷ്നി, നസീറ, പ്രേംരാജ് എന്നിവരാണ് കുട്ടികളുടെ വീടുകളിലെത്തി രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ കുട്ടികളെ അനുമോദിച്ചത്. മൈലമ്പാറ ഗ്രാമമലയാളം ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി വായനക്കളരി എന്ന പേരിൽ അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു. കഥ, കവിതാ രചന, ചിത്രരചന, നാടൻപാട്ട് എന്നിങ്ങനെ 3 സെക്ഷനുകളിലായിട്ടാണ് പരിപാടി നടത്തിയത്. വാർഡ് മെമ്പർ ഷുഹൈബ് മൈലമ്പാറ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വായനശാല വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മൻസൂർ അധ്യക്ഷനായി. വായനയുടെയും സൃഷ്ടിപരമായ പഠനത്തിന്റെയും പ്രാധാന്യം കുട്ടികളിലേക്ക് എത്തിക്കുക, അവരിൽ വായനാശീലം വളർത്തുക, ആത്മവിശ്വാസവും വ്യക്തിത്വ വികസനവും പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കുട്ടികളുടെ മാനസിക വളർച്ച, ആത്മവിശ്വാസം, ലക്ഷ്യബോധം, പഠനരീതി തുടങ്ങിയ വിഷയങ്ങളിലൂന്നി മോട്ടിവേഷൻ സ്പീക്കർ TH ഷാനവാസ് ക്ലാസ് എടുത്തു. സഫർ അലി ചളിപ്പാടൻ, ഇയാസ് പനോളി, ലൈബ്രറിയൻ PT നമിത എന്നിവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി. ചടങ്ങിൽ കുട്ടികളുടെ കയ്യെഴുത്ത് മാസികയുടെ പ്രകാശനം വാർഡ് മെമ്പറും ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികളും ചേർന്ന് നിർവഹിച്ചു.
മുണ്ടേരി തമ്പുരാട്ടിക്കൽ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ കപ്പച്ചാലി മുസ്തഫ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. ഭാര്യ പാത്തുമ്മ, മക്കൾ ഷാജിമോൾ, ഷാജിമോൻ, ഷാഹിറ, ഷബാനു, മരുമക്കൾ ലത്തീഫ്, റഫീഖ്, മുജീബ്, സബ്ന. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.